ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇതാ നല്ലൊരു ഫേസ് പാക്ക് കൊണ്ട് വന്നിട്ട് കേട്ടോ. ഇതാ കറ്റാർവാഴ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിലൊരു മഞ്ഞ കളറിലൊരു വെള്ളം വരാറുണ്ട്. ഇത് മുറിച്ചിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ അത് പോയി കിട്ടണം കേട്ടോ. അല്ലെങ്കിൽ ചിലവർക്ക് ചൊറിച്ചിലും ഇതൊക്കെ വരും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് 4 പുറങ്ങനെ കണ്ടോ, ആ മുള്ളൊന്ന് ചെത്തിയെടുത്തിട്ട് കാണാം. അപ്പോൾ ഈ കഷ്ണം കറ്റാർവാഴ മാത്രം മതി ഇട്ടൊന്നത്തെ ഫേസ് പാക്കിന്. കണ്ടതിന് മേലത്തെ തൊലി ഞാൻ ചീന്തി എടുത്തു കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് വെറും അരിപ്പൊടി, പുട്ടുപൊടി മാത്രം മതി കേട്ടോ നമുക്ക്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ കണ്ടോ, ഇതിൻ്റെ തൊലി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ കത്തി കൊണ്ട് ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് വരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അരിപ്പൊടി ഇല്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല മുഖത്ത് പിടിപ്പിക്കുക കേട്ടോ. സ്കിന്നിന് നല്ലതാണ് കറ്റാർവാഴ. നമ്മൾക്ക് സ്ഥിരം ചെയ്യുക വെച്ചാൽ അത്രയും വ്യത്യാസം വരും കേട്ടോ. നമ്മുടെ മുഖത്ത് കറുത്ത കുത്തും ഇതൊക്കെ പോയി നല്ല ഗ്ലോ ആയി വരും നമ്മുടെ മുഖം. ഞാൻ എത്രയും സിമ്പിളായിട്ടുള്ള ചെയ്യണ ഒരു ഫേസ് പാക്കാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. വെറും അരിപ്പൊടി കറ്റാർവാഴ മാത്രം മതി. നമ്മളിങ്ങനെ ചെയ്യുന്നവരെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. മുഖത്ത് സ്ക്രബായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കറ്റാർവാഴ പറഞ്ഞാൽ നമുക്ക് ക്യാൻസറിന് ശരീരത്തിൽ കഴിക്കണമൊക്കെ നല്ലതാണ്. നമ്മൾ വയറിലത്തെ കേട് മാറാനൊക്കെ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ എന്ത് ഫേസ് പാക്ക് ഇടുമ്പോഴും നമ്മൾ കഴുത്തുപൊടി ഇടണം കേട്ടോ. ഞാൻ കഴുത്തത്തെ കാണിക്കണില്ല, ഷാൾ മാറ്റണ്ടല്ലോ, കാരണം ഞാൻ കഴുത്താണ്. നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തുപൊടിയും ചെയ്യുക. ഈ ഫേസ് വാക്ക് നമ്മൾ ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യുക വെച്ചാൽ 3 ദിവസം കൂടുമ്പോൾ അങ്ങനെയും ചെയ്യുക കേട്ടോ. പിന്നെ ദിവസം നമ്മൾ വെറും കറ്റാർവാഴ എടുത്തിട്ട് ഒന്ന് കത്തിയോണ്ടൊന്ന് വരിഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ മുഖത്ത് തേച്ചാൽ നമ്മളെ മുഖം, നമ്മൾ വയസ്സ് കൂടുന്തോറും മുഖത്ത് ചുക്കി ചുളിച്ചല് എല്ലാം വരില്ലേ, അതൊക്കെ മാറിക്കിട്ടാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മുടെ മുഖം എപ്പോഴും നല്ല ഫ്രഷായി ക്ലീനായിരിക്കും. ഏറ്റവും നല്ലതാണ് കറ്റാർവാഴ. അപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കണവരെ വെച്ചാൽ ആദ്യം ഇതിന് ടെസ്റ്റ് ഒന്ന് കുറച്ചും തേച്ചിട്ട് ചിലവർക്ക് നല്ല ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരും. നോക്കിയിട്ട് വേണം ചെയ്യണം വെച്ചാൽ. ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട് കറ്റാർവാഴ ഉപയോഗിക്കുമ്പോൾ മോൻ ചൊറിയാണ് അങ്ങനെയെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നിന് ഇത് പിടിച്ച് കിട്ടിയാൽ ഏറ്റവും നല്ലതാണ്. ഒരു ക്രീമും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് ഈ കറ്റാർവാഴ മതി നമ്മളെ മുഖം തിളങ്ങാൻ. ഇത് നമ്മളൊരു അലക്കാൻ നിൽക്കുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ മുഖത്ത് പൊടിപ്പിച്ച് കുറച്ച് നേരം വെച്ച് നമ്മൾ നിൽക്കുമ്പോൾ കഴുകിക്കളയാം. അപ്പോൾ അതൊരു 10-20 മിനിറ്റിൽ ചുരുങ്ങിയത് വെക്കുക കേട്ടോ. നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു കാര്യം കൂടി പറയാം കേട്ടോ. നമ്മളെ ഈ കണ്ണിൻ്റെ അടിയിൽ വരുന്ന കറുപ്പ് ഉണ്ട്, എല്ലാവർക്കും ചില ആൾക്കാർക്ക് മുഖ്യതും ഉണ്ടാവട്ടെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ്. അത് മാറാൻ ഈ കറ്റാർവാഴ ഏറ്റവും നല്ലത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതുകൂടി പറഞ്ഞുതരാച്ചിട്ട് കേട്ടോ. നമ്മൾ ഈ കറ്റാർവാഴയും ചെറുനാരങ്ങ നീര് മാത്രം മതി കേട്ടോ. നമ്മൾ കണ്ണിൻ്റെ താഴത്തുകൂടെ ചെറുനാരങ്ങ ഇതിൻ്റെ ദശ എടുത്തിട്ട് ചെറുനാരങ്ങ നീര് ഒറ്റിച്ചിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് നമ്മുടെ കണ്ണിൻ്റെ തടത്തിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പിടിപ്പിച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് നമ്മളെ കറുത്ത പാടൊക്കെ പോയി അവിടെ നല്ല വ്യത്യാസം വരും കേട്ടോ.
എന്താ ചില ആൾക്കാരൊക്കെ ഈ കറുപ്പ് പാട് വന്നിട്ട് കണ്ണിൽ പാട് വന്നിട്ട് ഇടങ്ങറാവുന്നവർക്കുള്ള ഒരു ടിപ്പാണ്. അതുകൂടി ഒന്ന് ചെയ്ത് നോക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.